MG സർവകലാശാല സെനറ്റ് പുനഃസംഘടിപ്പിച്ചത് വിവാദത്തിൽ സംഘപരിവാർ അനുകൂലികളായവരെ ചാൻസലറായ ഗവർണർ നിയമിച്ചുവെന്നതാണ് ആരോപണം. നിയമന ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ലിസ്റ്റ് ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയുടെ ഏതെങ്കിലും ഒരു സമിതിയോടോ നേരിട്ട് വൈസ് ചാൻസലറുടെ ഒരു റെക്കമെൻഡേഷനോടുകൂടിയോ അല്ലെങ്കിൽ വേണ്ട തരത്തിലുള്ള കൂടിയാലോചനകളോടുകൂടിയോ വന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്ന് ഈ പലരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. വിവരങ്ങളുമായി ടോബി ജോൺസൺ ആണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന്. ടോബി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നിയമന ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പുനഃസംഘടിപ്പിച്ചത് വിവാദത്തിലാകാനുള്ള പ്രധാന കാരണം സംഘപരിവാർ അനുകൂലികളായവരെ ചാൻസലർ നിയമിച്ചു എന്നതാണ്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? പ്രവിത, തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ നിയമനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആണ് ഗവർണർ പ്രവർത്തിച്ചത് എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഇടത് സംഘടനകളിൽപ്പെട്ട അല്ലെങ്കിൽ ഇടത് അനുഭാവമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇപ്പോൾ ഈ എഴുത്തുകാരുടെ പ്രതിനിധി എന്ന നിലയിൽ 19 പേരാണ് മൊത്തം വരേണ്ടത്. ആ 19 പേരിൽ എഴുത്തുകാരുടെ പ്രതിനിധികൾ, അങ്ങനെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളെയാണ് വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിൽ പ്രമീള ദേവി അടക്കം നമുക്കറിയാവുന്ന പോലെ BJP നേതാവാണ്. അതുപോലെ അഭിഭാഷക പരിഷത്ത്, അതുപോലെ തന്നെ അധ്യാപക സംഘ് തുടങ്ങിയ വിവിധ സംഘപരിവാറുമായി അല്ലെങ്കിൽ BJPയുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ 30 പേരിൽ 19 പേരെ ഗവർണർക്ക് നേരിട്ട് നിയമിക്കാൻ പറ്റും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നിയമനങ്ങൾ നടക്കാതെ കിടക്കുകയായിരുന്നു. പുതിയ താൽക്കാലിക VC നിയമിച്ചതിന് പിന്നാലെയാണ് ഈ സെനറ്റ് കൂടി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ BJP ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് BJP സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇത് വിവാദമാകാനുള്ള കാരണം. ഇതിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ നിലപാട് എന്താണ്? സാധാരണ ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ VCയോടോ അല്ലെങ്കിൽ സർവകലാശാലയോടോ ഉള്ള കൂടിയാലോചനകളൊക്കെ നടത്താറുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള നിയമനങ്ങളൊന്നും നടത്താതെ ഏകപക്ഷീയമായിട്ട് ഗവർണർ ഇങ്ങനെയൊരു നിയമനം നടത്തിയതിലാണ് വിമർശനമുള്ളത്. ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഇതിനെ മറ്റേ ഇടത് പാർട്ടികളെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ വലിയ വിവാദമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. പ്രവിത, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.